ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പച്ചമാങ്ങ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ചൂട് സമയത്തെല്ലാം നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഇതിനായി ഞാൻ 3 പച്ചമാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. ശേഷം നമുക്ക് ചെറിയൊരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഈ മുറിച്ച് വെച്ച മാങ്ങ പീസുകളെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു നുള്ള് ഉപ്പാണ് കേട്ടോ. അത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ചെറിയൊരു പീസ് പച്ചമുളക് കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, കാരണം നമുക്കത് നല്ല എരിവുണ്ടാകും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത്തിരി എരിവ് കൂടിയ മുളകായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പീസാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് അരഞ്ഞു കിട്ടാൻ ആവശ്യമായ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്കിത് ഇവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് അടിച്ചെടുക്കുന്നില്ല, കാരണം മാങ്ങയുടെ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ടാണല്ലോ അടിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ പീസുകളായി വന്ന കട്ടയെ അരയാതെ കിടക്കുന്ന ചെറിയ പീസുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. പക്ഷെ നമ്മൾ ഈ കുടിക്കുമ്പോൾ ചെറിയ ചെറിയ പീസുകൾ ഇതിലൂടെ കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ബായ്.